എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? നമുക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ അത് കൃത്യമായിട്ടും ഒരു സപ്ലയറിൽ നിന്നും മേടിച്ച റോ മെറ്റീരിയൽ ഉൾക്കൊണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് എന്താണോ മാർക്കറ്റിനകത്ത് ഡിമാൻഡ്, അതിനെ ബേസ് ചെയ്ത് പ്രോഡക്റ്റ് നിർമ്മിച്ച ശേഷം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ആ സാധനം വെയർഹൗസുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആ പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് മാർക്കറ്റിൽ എന്താണോ ഉള്ളത് അതിനെ അടിസ്ഥാനമാക്കി ഇൻകമ്മിങ് ഓർഡേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ എടുത്ത് പിന്നീട് ആ ഓർഡർ ട്രാൻസ്പോർട്ട് മുഖാന്തരം ഹോൾസെയിൽ മാർക്കറ്റിലേക്കും അത് റീറ്റെയിൽ മാർക്കറ്റിലേക്കും പിന്നീട് അവിടെ നിന്ന് റീറ്റെയിൽ സ്റ്റോറിൻ്റെ ഷെൽഫിലേക്കും എത്തിപ്പെടുന്നു. ഈ എൻറ്റയർ പ്രക്രിയ ആദ്യം മുതൽ അവസാനം വരെ ഒരു എൻഡ് ടു എൻഡ് യൂസർ എന്ന നിലയ്ക്ക് എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് വ്യക്തമായിട്ട് വിളിക്കാം ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന്. ഇൻ ടുഡേയ്സ് ഗ്ലോബൽ എക്കണോമി സപ്ലൈ ചെയിൻ ഒരു വൈറ്റൽ റോളാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ട്രേഡിംഗ് നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് തലത്തിലും ഓരോ ബിസിനസ്സുകാരും പ്രത്യേകിച്ച് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി കണക്കിലൂടെ അല്ലെങ്കിൽ അത് കൃത്യമായി കൺട്രോളിലൂടെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് റീറ്റെയിൽ സെക്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സെക്ടർ ആവട്ടെ, അവ എപ്പോഴും മാർക്കറ്റിനകത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം വ്യക്തമായി പ്രവർത്തിച്ചാൽ അത് പിന്നീട് മാർക്കറ്റിന് നല്ലൊരു ഗുണം ചെയ്യും. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ വേർഡിൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആക്ച്വലി കണക്ട് കമ്പനീസ്, കണക്ട് പീപ്പിൾ, കണക്ട് കൺസ്യൂമേഴ്സ്. ഇവ വ്യക്തമായി പ്രവർത്തിച്ചാൽ ഒരു സപ്ലൈ ചെയിൻ ട്രേഡിംഗ് സ്ഥാപനത്തിന് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം എഫിഷ്യൻറ്റോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. വി ഷുഡ് ലേൺ ലോജിസ്റ്റിക്സ് ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി എ ബാക്ക് ബോൺ ഓഫ് എവറി ഇൻഡസ്ട്രി ആൻഡ് എ ബിസിനസ് സെക്ടർ. ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി ഇവ വ്യക്തമായിട്ട് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ആഗോളതലത്തിലും ഡൊമസ്റ്റിക്കിലും ഗ്ലോബൽ ട്രേഡിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ലോജിസ്റ്റിക്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ ആവുന്നതോടുകൂടി അവന് ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് ഒത്തിരി ഓപ്പർച്യൂണിറ്റിയും ഡൊമസ്റ്റിക് മാർക്കറ്റിനകത്ത് അതുപോലെ തന്നെ നല്ല കരിയർ ഡെവലപ്പ് ചെയ്യാനും സാധ്യമാണ്.